അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വർത്താനം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാ, ഞമ്മക്കും സുഖം തന്നെയാണ് കേട്ടോ, ഒരു കുഴപ്പമില്ല. അപ്പം നിങ്ങൾക്കൊക്കെ സുഖം തന്നെയല്ലേ? അപ്പം ഞമ്മക്ക് ഇന്നാണ് തുടങ്ങിയാലപ്പം നമ്മളെ ചോറ്റക്ക് കൂട്ടാൻ എന്താ, ചായക്ക് കടി എന്താന്നൊക്കെ നോക്കല്ലേ? അപ്പം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടുകൊള്ളിട്ടാ. അപ്പം ഞമ്മക്ക് ഇന്ന് ചായക്ക് കടി അപ്പാണ് കേട്ടോ. അപ്പം ഇന്നലെ നമ്മൾ ഇഡ്ഡലിക്ക് മാവ് കൂട്ടിയപ്പം കുറേ ഇഡ്ഡലി ചുട്ട് കാര്യമല്ലല്ലോ എഴുതിയിട്ട് കുറച്ച് ചുട്ട് കണ്ട് ബാക്കിയുള്ള മാവ് നമ്മൾ എടുത്തുവച്ചിട്ടാ. പിന്നെ അതിക്കൊരു നായരിയും കൂടി അരച്ചുകാണ്ട് പാർന്നുകാണ്ട് അപ്പാണ് ചുടുന്നത്. നമ്മൾ അന്തിക്ക് നോക്കുമ്പോൾ നല്ലോണം പൊന്തി വന്നിട്ടാ, നേരം പൊളുക്കുമ്പം അത് താന്നിക്കണ്. ഏതായാലും നമ്മൾ ഇനി അപ്പാണ് കേട്ടോ ചൂടുന്നത്. ഇന്നലെ ഇപ്പം നമ്മൾ ഇഡ്ഡലി ഇട്ടില്ലേ, അപ്പോൾ ഇന്നിപ്പം ഞാൻ അപ്പായിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ നമ്മൾ തിരിച്ചൊക്കെ കത്തിച്ച് എണ്ണയൊക്കെ തേച്ച് കൊടുക്കാൻ കേട്ടോ. അപ്പം നമ്മളങ്ങനെ നല്ലോണം എണ്ണ തേച്ചിക്കണം. ഇനിയിപ്പോൾ എണ്ണ എല്ലായിട്ട് അപ്പം നന്നാകാതൊക്കെ ഉണ്ട. അങ്ങനെ നമ്മൾ മാവ് പാർന്നു കൊടുത്തിക്കണം കേട്ടോ. കുറേ എണ്ണ വരട്ടുണ്ടൊന്നും കാര്യമല്ല എണ്ണയാളെ, മാവ് നന്നാണ്ട് എന്നെങ്കിലല്ലേ അപ്പം നന്നാവുള്ളൂ. അപ്പം നമ്മളെ അപ്പം ഉണ്ടല്ലോ, കുറച്ച് വെള്ളം കൂടിയോന്നൊരു സംശയം ഇല്ല കേട്ടോ. ഇല്ല പറഞ്ഞാൽ വെള്ളം കൂടിയിരിക്കണേ. അതുകൊണ്ട് തന്നെ നമ്മളെ അപ്പം ഉണ്ടല്ലോ ഇങ്ങോട്ട് ചുറ്റിച്ചുമ്പം നമ്മളെ കയ്യിലുമ്പോൾ തന്നെ പോരുകയാണ് കേട്ടോ. അപ്പം എന്താടി, അപ്പം ഞാൻ ഒന്നങ്ങനെ ചുട്ട്, രണ്ടാമത്തും ഏതായാലും അങ്ങനെ തന്നെ ഒന്ന് ചുട്ടെടുത്തേക്കണം കേട്ടോ. അപ്പം നിങ്ങൾക്ക് പാരുമ്പോൾ തന്നെ മനസ്സിലായില്ലേ അതിൽ വെള്ളം കൂടിയിരിക്കണമെന്നുള്ളത്. അപ്പോൾ കണ്ടില്ലേ, നമ്മളെ കയ്യിലുമ്പോൾ തന്നെ അതിൻ്റെ മാവ് ഇങ്ങനെ ഒട്ടിപ്പോയിട്ടുണ്ട്. അതിലേതായാലും നമ്മൾ ഇനിയിപ്പോൾ എന്താ കാട്ടിയത് നിന്ന് ഏതായാലും ഒരു 2 അപ്പൊക്കെ നമ്മൾ ചുടുന്നുണ്ട്. നോക്കുകയാണ് ഇനിയാളെ ഇഞ്ചി അടുപ്പ് പൊളിഞ്ഞിക്കണ്. ഇനിയിപ്പോൾ എത്താ അപ്പം കാട്ടുക. ഏതായാലും ഇനി കുറച്ച് സിമെൻറ്റും പിന്നെ മണലൊക്കെ കൂട്ടിക്കാണ്ട് ഒന്ന് തേമ്പി പൊടിപ്പിച്ചിക്കാണ്ട് അത് അവിടെ ഒട്ടിച്ചെടുക്കണം. ഇത് പൊളിഞ്ഞു പോന്ന് എത്തപ്പോൾ കാട്ടണത്. ഏതായാലും ഇപ്പോൾ തൽക്കാലം നമ്മൾ അങ്ങനെ വെച്ചെടുത്തിക്കണം കേട്ടോ. പിന്നെ അപ്പത്തേക്ക് പിന്നെ എന്താണെന്നറിയോ, ചാറ് സാമ്പാറാണ് കേട്ടോ. അപ്പോൾ എന്താണെന്നറിയോ, എത്തെങ്കിലും ഒന്ന് ഉണ്ടാക്കാൻ നിൽക്കുമ്പോൾ അല്ല കൊസിയിലുണ്ടാക്കാമെന്ന് വിചാരിച്ചുമ്പോൾ എത്തെങ്കിലും ഒരു കോർങ്ങേട് എന്തിനെങ്കിലും ഒന്ന് പറ്റും. ഇപ്പോൾ കണ്ടില്ല നിങ്ങൾ, അപ്പം നന്നായില്ല. നല്ല സാമ്പാറും അപ്പമൊക്കെ കൂട്ടി തിന്നാന്നാണ് വിചാരിച്ചിരുന്നത്. അപ്പോൾ നമ്മളെ സാമ്പാർ നന്നാവുകയും ചെയ്ത് അപ്പത്തിൻ്റെ മാവ് നന്നായതുമില്ല. അപ്പോൾ ഇന്നാൾ ഇഡ്ഡലി ചുട്ട മാതിരിയായിപ്പത്. അപ്പോൾ കണ്ടില്ലേ, പിന്നെ ഞാൻ കുറച്ച് പച്ചക്കറി ഇപ്പം ഇന്നാൾ കൊണ്ടുവന്നാണ് കേട്ടോ. അപ്പോൾ ഞാൻ സാമ്പാർ വെക്കാതി, മക്കൾ കുറേ ദിവസമായിക്കണം സാമ്പാർ പറഞ്ഞ് ചായ തുടങ്ങിയിട്ട്. അപ്പോൾ പിന്നെ ഞാനിന്ന് സാമ്പാർ തന്നെ ആയിക്കോട്ടെ. പിന്നെ നമ്മളപ്പം ചൂടുക, അതേമാതിരി കഷ്ണമൊക്കെ നുറുക്കിയപ്പോഴത്തേന് നമ്മളെ ചായൻ്റെ വെള്ളം തിളച്ചിക്കണം കേട്ടോ. അതിക്ക് പിന്നെ പഞ്ചാര ഇട്ട് കൊടുത്ത് ചായപ്പൊടി ഇട്ട് കൊടുത്തിക്കണേ. ഇനി അതവിടെ കടന്ന് തിളക്കട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള പണിയൊക്കെ കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ചായൻ്റെ വെള്ളമൊക്കെ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഞാനൊരു നമ്മളെ കുഞ്ഞിപ്പാട്ടിയിൽ ഒരു തുള്ളി ഞാൻ മുക്കി വെച്ചിക്കണം കേട്ടോ, നമുക്ക് കുടിച്ചാനേ ഒന്ന് ചൂടാറും വേണ്ടേ. അങ്ങനെ നമ്മൾ ഗ്യാസൊക്കെ ഓഫാക്കിക്കാണ്ട് ചായ ഒന്ന് മൂടി വെച്ചിക്കണം. പിന്നെ ഞാൻ എന്താട്ടി, ഇനിയിപ്പോൾ ആ അപ്പം ചൂടുണ്ടെങ്കിൽ വേറെ മാതിരി ഒന്ന് ചുട്ടോക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മളെ പഞ്ഞപ്പം ചൂടൂലേ അതേമാതിരി നമ്മളൊന്ന് പറഞ്ഞു കൊടുത്തിക്കണം കേട്ടോ. അപ്പം ഇനി ഈ അപ്പം എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഏതായാലും അന്ന് ഞാൻ കയ്യിലോണ്ടൊന്നിങ്ങനെ പരത്തി കൊടുത്തിക്കണം. അപ്പം ഒന്ന് മൂടി വെച്ചിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ കണ്ടില്ലേ, അപ്പോൾ ചുറ്റിച്ചുമ്പോഴേ ഉള്ളൂ കുഴപ്പം, ചുറ്റിച്ചാത്തപ്പം അപ്പത്തിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ല അടിപൊളി അപ്പം തന്നെ ആയിക്കണ്. അപ്പോൾ ബാക്കിയുള്ളത് ഞാൻ അങ്ങനെ തന്നെയാണ് ചുട്ടെടുത്തേക്കാണ്. പിന്നെ നമ്മൾ കഷ്ണങ്ങളൊക്കെ നുറുക്കി നമ്മൾ കുക്കറിലിട്ടിക്കണ്. അതിക്ക് 2 പച്ചമുളക് ഇട്ടെടുത്തു. പിന്നെ നമുക്ക് അതിക്ക് മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ നമുക്ക് ഇനി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ പാകത്തിനില്ല മുളകും പൊടി ഇട്ടെടുത്തു. പിന്നെ പാകത്തിന് മഞ്ഞൾപ്പൊടി ഇട്ടെടുത്തു. ഒരു നുള്ള് കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പരിപ്പിട്ടിട്ടില്ല കേട്ടോ, പരിപ്പില്ലാത്ത നമ്മളെ സാമ്പാറാണ്. പരിപ്പില്ലെങ്കിലും സാമ്പാർ രസം തന്നെയാണ് കേട്ടോ വയ്ക്കാൻ. അങ്ങനെ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിക്കണ്. ഇനി ഒക്കെ പാടെ കൂട്ടിയിട്ടുണ്ടല്ലോ, നമുക്ക് ഇളക്കിയിട്ട് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. പുളിയൊക്കെ നമുക്ക് പിന്നെ കഷ്ണങ്ങളൊക്കെ വേഗട്ടഞ്ഞിട്ട് പാരട്ടോ. അങ്ങനെ നമ്മൾ കയ്യിലോണ്ടൊക്കെ ഇളക്കി നമ്മളെ കുക്കർ മൂടി നമ്മൾ ഗ്യാസുമ്മ കൊണ്ടു വെച്ചിക്കണം കേട്ടോ. ഇനി അത് വിസിൽ വരട്ടെ, അതോളം നമുക്ക് നമ്മളെ അപ്പം ചുട്ടെടുക്കാം. അങ്ങനെ നമ്മൾ ഇതാക്കണേ.
അപ്പൊക്കെ ചുടുന്നുണ്ട്. അതിൻ്റെ അടിയിൽ ഞാൻ 2 മുരിങ്ങാക്കായ് എടുത്തുകാണ്ട് തോലൊക്കെ ചെത്തിയിട്ട് അതിൻ്റെ ആദ്യം ഇങ്ങനെ ഒന്ന് വരണ്ടി കളയലാണ് കേട്ടോ. പിന്നെ ഞാനൊന്ന് മുറിച്ചെടുക്കുമ്പോഴാണ് അതിൻ്റെ നാരൊക്കെ ഇങ്ങോട്ട് വലിച്ചെടുക്കൽ. അങ്ങനെയാണ് നമ്മൾ എടുക്കൽ കേട്ടോ. അപ്പം മക്കൾക്കൊന്നും കഷ്ണങ്ങളൊന്നും വേണ്ട, ഓർക്ക് അതിൻ്റെ വെള്ളം ഉണ്ടായാൽ മതി. ഭയങ്കര തൃപ്പതിയാണ്. അങ്ങനെ നമ്മളെ മുരിങ്ങാക്കായൊക്കെ വരണ്ടി ഉസാറാക്കി വെച്ചിക്കണ്. അങ്ങനെ നമ്മൾ അപ്പം ചുടൽ കഴിഞ്ഞിരിക്കണം കേട്ടോ. ഇനി നമുക്ക് നമ്മളെ കുടുക്ക ചോറ്റിനില്ല വെള്ളം വെച്ചിക്കണ്. അപ്പം ഇനി അതവിടെ കടന്ന് തിളക്കട്ടെ. അപ്പോഴത്തേന് ഞാൻ ഇപ്പം തന്നെ നേരം വെളുക്കുമ്പോൾ തന്നെ ചോറ് വെക്കണ്ടല്ലോ എഴുതിയാണ്ട് കത്തിക്കണ വിറകൊക്കെ ഒന്ന് കെടുത്തി കൊടുത്തിക്കണം കേട്ടോ. അപ്പം വെള്ളം ഒന്ന് ചൂടായിക്കോളും, പിന്നെ നമുക്ക് കത്തിച്ചു കൊടുക്കാം. അങ്ങനെ തന്നെയാളെ നമ്മൾ ചാറ് വെന്ത് കണ്ടൊന്ന് വെച്ച് നോക്കുമ്പോൾ എന്തോ ഒരു കുറവില്ല മാതിരി തോന്നിയിട്ടാ. അത് എന്താന്നിപ്പോൾ നമുക്ക് പുടിയാടില്ല. ഇനി പിന്നെയാണ് മനസ്സിലായത് തക്കാളി ഇട്ടിട്ടില്ലല്ലോ. അതിൽ പിന്നെ 2 തക്കാളിയും പിന്നെ മുരിങ്ങാക്കായും നമ്മളെ വെണ്ടയ്ക്കും ഒക്കെ പാടിട്ട് കാണ്ട് പിന്നെ പുളിയും പറന്ന് കാണ്ട് നമ്മളാണ് തീ വെച്ചിക്കണം കേട്ടോ. അപ്പം വെച്ചപ്പോഴാണ് നമുക്ക് എന്തിൻ്റെയോ ഒരു കുറവ് മനസ്സിലായത്. അപ്പോഴാണ് മനസ്സിലായത് തക്കാളി ഇട്ടിട്ടില്ലല്ലോ. അങ്ങനെ തക്കാളി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ മൂടി വെച്ചിക്കണ്. ഇനി കുറച്ച് കരിയേപ്പും 2 വറ്റൽമുളകും പിന്നെ നമ്മളെ മല്ലിച്ചപ്പും എടുത്ത് വെച്ചിക്കണം കേട്ടോ. അങ്ങനെ ചട്ടി ചൂടാക്കി കടുക് ഇട്ടു. അതേമാതിരി ഉലുവി ഇട്ട് കൊടുത്തിക്കണം കേട്ടോ. കുറച്ച് ഉലുവിയും കടുകും പൊട്ടിച്ചിക്കണ്. എന്നിട്ട് പിന്നെ അതിക്ക് നമ്മളെ ഉണക്കമുളകും കരിയേപ്പിൻ്റെ ഇലയും മല്ലിച്ചപ്പും അതും ഇട്ട് കൊടുത്തിക്കണം കേട്ടോ. പിന്നെ അത് മൂത്തന്നപ്പം നമ്മളെ സാമ്പാർ പൊടി ഇട്ട് കൊടുത്തിക്കണം കേട്ടോ. ഇനി അത് നല്ലോണം ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കണം. തിജ്ജൊന്ന് ഓഫാക്കി കളയണ്ടിട്ടോ. തിജ്ജിട്ട് കാണ്ട് കത്തിച്ച് കാണ്ട് ആക്കുകയാണെന്ന് വെച്ചെങ്കിലുണ്ടല്ലോ നമ്മളെ പൊടി കരിഞ്ഞു പോകും. അപ്പോൾ രസം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഞാൻ അതിൻ്റെ മണം ഇതൊന്നും പോകാതെക്കാനും കരിയാതെക്കാനും വേണ്ടി തുള്ളി വെള്ളം പാർന്നിക്കണേ. അപ്പോൾ അതിന് നമ്മളെ സാമ്പാറൊക്കെ റെഡി ആക്കണം. നമ്മളെ തക്കാളി വെന്തിക്കണേ, മുരിങ്ങാക്കായും അതേമാതിരി വെണ്ടയ്ക്കയും ഒക്കെ വെന്തിക്കണം കേട്ടോ. അങ്ങനെ സാമ്പാറായി, അപ്പായി. അങ്ങനെ നമ്മൾ ചായ കുടിച്ചാൽ തുടങ്ങിയിരിക്കണം കേട്ടോ. അപ്പോൾ അതാക്കണേ നമ്മളല്ല സാമ്പാറും നമ്മളെ അപ്പൊക്കെ കൂട്ടി ചായ കുടിച്ചിട്ട് നമ്മളുണ്ടല്ലോ കുറച്ച് നേരം കുത്തിർക്കാനിട്ടുണ്ടെയാളെ എത്താപ്പതി എന്നും തന്നെയല്ല പണി. കുത്തിർന്നിട്ടില്ല പണിയൊക്കെ മതിഞ്ഞ് എടുക്കാം. ഏതായാലും പിന്നെ കുറച്ച് നേരമൊക്കെ കുത്തിർന്ന് നമ്മളെന്താട്ടി നമ്മൾ പാത്രമൊക്കെ ഒന്ന് മോറാൻ വേണ്ടി പോയിക്കണം കേട്ടോ. അങ്ങനെ പാത്രമൊക്കെ മൂറിയൊക്കെയാണ് മക്കളൊക്കെ സ്കൂൾക്കൊക്കെ പറഞ്ഞയച്ച്. പിന്നെ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് മദ്രസില്ലല്ലോ. അങ്ങനെ സ്കൂൾക്കൊക്കെ പറഞ്ഞയച്ചിക്കണേ. പിന്നെ കെടുത്തിയ തിജ്ജി നമ്മൾ പിന്നെയും രണ്ടാകുമ്പോൾ കത്തിച്ചിട്ട് ഒരു 10 മണിയാകുമ്പോൾ അങ്ങനെ നമ്മൾ ചോറ്റിനൊക്കെ വെള്ളം വെച്ചതൊക്കെ തിളച്ച് നമ്മൾ അരി ഇട്ടിക്കണം കേട്ടോ. അപ്പോൾ അരിയൊക്കെ ഇട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ ഇന്നലെ മൂത്തച്ഛൻ്റെ അടുത്തൊന്ന് പോയി കേട്ടോ. അപ്പോൾ അവിടെ മുരിങ്ങ കണ്ടപ്പം വല്ലാത്തൊരു പൂതി. കുറേ ദിവസമായിക്കണം മുരിങ്ങ കിട്ടിയിട്ട്. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ കുറച്ച് മുരിങ്ങ ഒടിച്ച് പോന്നിക്കണം കേട്ടോ. അപ്പോൾ അത് ഇന്നലെ ഒടിച്ചതുകൊണ്ട് ഇക്കാരം നമുക്ക് ഊരേണ്ട ആവശ്യമൊന്നുമില്ല. ഇലക്കൊഴിഞ്ഞിക്കണം കേട്ടോ. അതിനിങ്ങനെ ഒന്നിങ്ങനെ തട്ടി കൊടുത്താൽ മതി. അപ്പോൾ ഒക്കെ അങ്ങോട്ട് കഴിഞ്ഞ് പോകുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതിൽ പുജ്ജുണ്ടോയെന്നൊക്കെ നോക്കുക. പിന്നെ നല്ല മുരിങ്ങേനി, അതുകൊണ്ട് പുജ്ജൊന്നും ഉണ്ടാവില്ല എന്ന് നമ്മൾ വിശ്വസിച്ച് ഏതായാലും ഒന്നിങ്ങനെ കണ്ണുപിടിച്ചിക്കണം കേട്ടോ. ഉണ്ടോ ഇല്ലേന്നിപ്പോൾ നമുക്ക് പറയാൻ പൊടിയാടില്ലല്ലോ. അപ്പോൾ ഏതായാലും ഒന്ന് നോക്കിയിരിക്കണ്. അപ്പോൾ അങ്ങനെ നമ്മൾ മുരിങ്ങയും തന്നെ ഇലക്കൊക്കെ ഇല കൊഴിച്ചെടുത്തിട്ട് നമ്മളെന്താട്ടി വന്ന് നോക്കുമ്പോൾ നമ്മളെ ചോറ് വെന്തിക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ചോറ് ഊറ്റിയെടുക്കുകയാണ്. അപ്പം ഇനിയിപ്പം മുരിങ്ങ താളിച്ചണ്ട, നമുക്ക് ഉപ്പേരി വെക്കാമെന്ന് അപ്പം ഞാൻ വിചാരിച്ചിരിക്കണം കേട്ടോ. അങ്ങനെ നമ്മളെ ചോറൊക്കെ ഞാൻ ഊറ്റിയിടുകയാണ് കേട്ടോ. അങ്ങനെ ചോറ് ഊറ്റിയിട്ട് പിന്നെ നമ്മൾ മുരിങ്ങ വെക്കാമല്ലേ, കുറച്ച് തേങ്ങയും പച്ചമുളകും ഒരു പോണ വെളുത്തുള്ളിയും പാടിട്ടിട്ട് ഞാനൊന്ന് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. മിക്സിയിലല്ല, അല്ലാതെ. പിന്നെ കുറച്ച് പഴഞ്ചോറുണ്ടായിനി, അതൊക്കെ ഞാൻ എടുത്ത് വെച്ചിക്കണം കേട്ടോ, മാറ്റി വെച്ചിക്കണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ പറഞ്ഞിട്ട് നമ്മളെ തേങ്ങയും പച്ചമുളകും വെളുത്തുള്ളി ഉണ്ടല്ലോ അത് ഞാൻ ആ വെളിച്ചെണ്ണയ്ക്ക് ഇട്ട് കൊടുത്തിക്കണം കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പം നമ്മളെ മുരിങ്ങ ഒലത്താണ് കേട്ടത്. മുരിങ്ങ ഒലത്താണ്, മുരിങ്ങ ഉപ്പേരി. നമ്മൾ ഇങ്ങനെ ചോദിച്ചുമ്പോൾ എത്താ കൂട്ടാൻ വെച്ചുമ്പോൾ ഇവിടെ മുരിങ്ങ ഒലത്തിയതാണെന്നാണ് പറയുക. പണ്ടില്ലൊക്കെ അങ്ങനെ പറയും. ഇപ്പോഴല്ലേ മുരിങ്ങ ഉപ്പേരിയായത്. അങ്ങനെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടെടുത്തു, ഉപ്പിട്ടെടുത്തു. നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് നമുക്ക് നമ്മളെ മുരിങ്ങയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ മുരിങ്ങ ഇട്ട് കൊടുക്കുകയാണ്. അപ്പം ഇനി മുരിങ്ങ ഇട്ട് കണ്ട് നല്ലോണം ഒന്നിങ്ങനെ കുത്തി ഇളക്കണ്ട.
ഒന്നിങ്ങോട്ട് യോജിപ്പിച്ചിട്ട് നമുക്ക് അവിടെ മൂടിയൊക്കെ കേട്ടോ. നല്ലോണം കുത്തി ഇളക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു കയ്പ്പയിക്കാരം മുരിങ്ങക്ക്. അപ്പം വെള്ളമൊന്നും പാരണ്ടട്ടതേക്ക് ഇത് ആവി കടന്ന് തന്നെ വേവും. ഇപ്പോൾ ഒരു ചട്ടി നിറച്ചുകൊണ്ടില്ല ഇല, ഇത് ചുങ്ങിക്കഴിഞ്ഞാൽ ഒരു തുള്ളി ഉണ്ടാവുള്ളൂ. അപ്പം അങ്ങനെ നമ്മൾ എങ്ങനെ ഇതാണ്ടല്ലേ ഒരു തുള്ളി ആയില്ലേ. ഇനി അതവിടെ കടന്ന് നമുക്ക് മൂടിയൊക്കെ കേട്ടോ. ഇനി അവിടെ കടന്ന് കണ്ടൊന്ന് ആവി കടന്ന് വേകട്ടെ. അപ്പോൾ കണ്ടില്ലേ നമ്മളെ മുരിങ്ങയൊക്കെ ഉസാറായിട്ട് വെന്തിക്കണം കേട്ടോ. ഇനി നമുക്ക് എന്താ കേട്ടോ ഒന്നുകൂടി ഇളക്കി കൊടുത്തിട്ട് നമുക്ക് നമ്മളെ ഗ്യാസാണ്ട് ഓഫാക്കാം. എന്നിട്ട് നമുക്ക് അവിടെ മൂടിയൊക്കെ കേട്ടോ. അങ്ങനെ നമ്മൾ ഗ്യാസ് ഓഫാക്കി മുരിങ്ങ മൂടി വെച്ചിക്കണേ. പിന്നെ നമ്മൾ ഇന്നലെ വാങ്ങിയത് കഴിഞ്ഞിട്ടോ ഈ മീൻ, കിളിമീൻ. അപ്പോൾ ഇന്നലെ നമ്മൾ സോയാബീൻ വെച്ചുകൊണ്ട് തന്നെ ഞാൻ ഇന്നലെ മീൻ എടുത്തിട്ടില്ല കേട്ടോ. ഒക്കെ ഒരു ദിവസം തന്നെ തിന്നാൽ പിറ്റേന്നും ഉണ്ടാവില്ല. ഇപ്പോൾ ആ തൊള്ളിയും പള്ളിയൊക്കെ അവിടെ തന്നെ. അപ്പോൾ പിന്നെ എന്താ ഇപ്പം നാളെ കൂട്ടാൻ ഇങ്ങനെ തിരഞ്ഞെടുക്കേണ്ടി വരും. അപ്പം ഞാൻ എന്താട്ടി സോയാബീൻ ഇന്നലെ എടുത്തു, മീൻ ഇപ്പം ഇന്നൊക്കെ കൊണ്ടെടുക്കാൻ വിചാരിച്ചിട്ട് നമ്മൾ വെച്ചത് കഴിഞ്ഞിട്ടോ. അപ്പം അങ്ങനെ ഞാൻ മീൻ നന്നാക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. മീൻ നന്നാക്കലൊക്കെ നമ്മൾ കുളി കജ്ജണീൻ്റെ മുന്നേ മീൻ നന്നാക്കണം, എന്നെങ്കിലും ഉള്ളൂ ശരിയാകുക. കുളിച്ച് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടല്ലോ മീൻ നന്നാക്കാൻ വല്ലാത്തൊരു മടിയാണ്. അതാണ് നമുക്ക് ഇന്നലെ പറ്റിയിട്ടോ. അപ്പോൾ നമ്മൾ ഇന്നലെ സോയാബീൻ വെച്ചും ചെയ്തീനി, അല്ലെങ്കിൽ പിന്നെ മീനാ നേരത്തെ നന്നാക്കണ്ടേ ആ എഴുതി. അപ്പോൾ പിന്നെ എന്നാണ്ട് എടുക്കുക വിചാരിച്ചു. അങ്ങനെ ഏതായാലും നമ്മൾ മീൻ നന്നാക്കണം കേട്ടോ. കിളിമീനാണ് കിട്ടിയിരിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ നമ്മളെ പൂച്ചാളിയൊന്നും കാണാനില്ല ഇനിട്ടോ. നമ്മളെ തങ്കപ്പൂച്ചനെയും കാണാനല്ല, കെട്ടിയോനെയും കാണാനല്ല, മക്കളെയും കാണാനല്ല, ആരും കാണാനല്ല കേട്ടോ. അപ്പോൾ ഞാൻ ഏതായാലും ഇങ്ങനെ വിളിച്ചൊക്കെ നോക്കിയിട്ടോ, പക്ഷേ എങ്കിൽ ഓരോന്നും കാണാനില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മളെ തങ്കപ്പൂച്ച വന്നിട്ടുണ്ട് ഞങ്ങളെ ഇങ്ങിട്ടുണ്ടല്ലോ. ഞാൻ പൂച്ചാളെ ബുദ്ധിയാണ് ഞാൻ ആലോചിച്ചണതേ. നോക്കുകയാണ് നിങ്ങൾ എന്താ ഇട്ടിങ്ങനെന്നറിയോ, 37 ഒരു ഏള ഞാൻ ഇട്ട് കൊടുത്തപ്പം അതിങ്ങനെ തൊള്ളി കടിച്ചിക്കാണ്ട് അങ്ങോട്ട് അങ്ങനെ പോയിട്ട് അങ്ങനെ നൂല് കുറേ വീട്ടിക്ക് പോയിട്ട് ഇങ്ങനെ നൂല് പൊളിച്ചിട്ടുണ്ട്. അപ്പോൾ വെരി എന്ന് പറയിക്കാരം അതിൻ്റെ മാപ്പണ്ടിയും കുട്ടികളി. ഞാൻ ആകെ അതിശയപ്പെട്ടു. പിന്നെ എന്താണെന്നറിയോ, ഞാൻ പിന്നെ മീൻ നന്നാക്കണോടത്തുനിന്ന് ഫോൺ ഇതാക്കാൻ വേണ്ടി പോണ്ടേ വിചാരിച്ചിട്ടാണ് ഞങ്ങളെ. അപ്പോൾ ഫോൺ ഇതാക്കാൻ പോകുമ്പോൾ തന്നെ ചിലപ്പോൾ ഉണ്ടല്ലോ മീൻ കാക്കൊത്തിക്കൊണ്ടുപോകും. അപ്പോൾ പിന്നെ നിങ്ങൾ കാണൂല്ല, പൂച്ചേൻ്റെ വൈക്കും പോകും, മീൻ വേറെ വൈക്കും പോകും. അപ്പോൾ പിന്നെ ഞാൻ അതട്ട് നീച്ചാൽ നിങ്ങൾക്ക് കാണിച്ചു തരാനും. അപ്പോൾ പൂച്ച ഇങ്ങനെ ഒരുവളിച്ച് ഏതായാലും നോക്കാണ് നിങ്ങൾ. ഇഞ്ഞിട്ട് 37 വിളിച്ച് കൊണ്ടുവന്നാ പറയണത്. അപ്പോൾ അതിൻ്റെ മാപ്പിളിനെ വിളിച്ച് കൊണ്ടുവന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അത് കുറേ അപ്പുറത്തേക്ക് അങ്ങനെ പോയിട്ട് അതും തൊള്ളയിൽ വെച്ച് പോയിട്ട് അങ്ങനെ മ്യാവ് പറഞ്ഞ് അങ്ങനെ വിളിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ട് ഞങ്ങളെ മാപ്പിള അങ്ങനെ ഇറങ്ങിയിരുന്നു. അപ്പോൾ നോക്കുകയാണ് നിങ്ങളായിട്ട് നിങ്ങളൊരു ബുദ്ധി പോയൊരു പോക്കാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മളെ മാതിരി തന്നെ ഞമ്മക്കും ഉണ്ടല്ലോ, നമ്മളെ മക്കൾക്കും മാപ്പിളാർക്കും കൊടുക്കാതെ തിന്നുമ്പോൾ വല്ലാത്തൊരു പൊറുതിയേടാണല്ലോ. ആ ഒരു പൊറുതിയേട് തന്നെ ഈ പൂച്ചായും കാട്ടിയത്. ഞാൻ അപ്പം അതങ്ങനെ ആലോചിച്ചത് എന്താലേ എന്നുള്ളത്. പക്ഷേ മക്കളെവിടെയാണെന്നുള്ളത് ഓൾ കുറേ തിരഞ്ഞിക്കണം കേട്ടോ. പക്ഷേ മക്കളെ കാണാനല്ല. എവിടെയാണ് ആ ഓൾ കൊണ്ടിട്ട് നമ്മൾ നേരം പോലത്തപ്പോൾ കണ്ടീന്. ഓക്ക് കുറേ കുട്ടികളെ കണ്ടീനി. പക്ഷേ എങ്കിലും ഒറ്റൊന്നുമില്ല, ഒക്കത്തിന് പട്ടികളുണ്ടല്ലോ. ഇപ്പോൾ ഏതായാലും 2-3 ഉണ്ട് കൊടുക്കാതെ അങ്ങനെ കൊണ്ടടക്കണം. ഇനി കൊണ്ടുപോകാൻ ഞാൻ മതിയെന്ന് അറിയാം. വല്ലാത്ത പൊറുതിയേടാണ് ഇങ്ങനെ കണ്ടുകാണ്ട്. പിന്നെ നല്ല ജന്തുക്കളൊക്കെ കടിച്ചുകൊണ്ട് പോകുമ്പോൾ ഭയങ്കര മനസ്സുകാരെ ഇടങ്ങേറാണ് പിന്നെ കാണാതെക്കുമ്പോൾ. അങ്ങനെ ഏതായാലും മാപ്പിളയും പെണ്ണുങ്ങളും മീന്തലൊക്കെ തിന്ന് റാത്തയക്കണം കേട്ടോ. പിന്നെ ബാക്കി ഞാൻ അവിടെ ഇട്ടിക്കണം. ഇനി ഒരു വന്ന് തിന്നുകയാണെങ്കിൽ തിന്നോട്ടെ വിചാരിച്ചിട്ട് ഏതായാലും പിന്നെ കുട്ടികളൊക്കെ വന്ന് തിന്നാണ് തോന്നുന്നത്. ഞാൻ അകത്തേക്കാണ് പോകുന്നതും ചെയ്തില്ല. നൂലുപൊളി അങ്ങനെ കേൾക്കണുണ്ടീനി. അങ്ങനെ നമ്മൾ ഒരു പോണ വെളുത്തുള്ളിയും മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് കുരുമുളകും കുറച്ച് സുർക്കയും പറഞ്ഞ് നമ്മളെ മീനൊക്കെ ഉണ്ടല്ലോ ഒന്ന് വരിഞ്ഞിട്ട് നമുക്ക് അതിൽ ഇട്ട് കൊടുക്കട്ടോ. എന്നെങ്കിലേ നല്ല ഉപ്പും പുളിയും ഒക്കെ അങ്ങോട്ട് പിടിച്ച് കിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ അതൊക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് കുഴച്ച് വെക്കട്ടോ. അപ്പോൾ ഇതാക്കണേ നമ്മളൊന്ന് നല്ലോണം ഒന്ന് കുഴച്ചിക്കണേ. ഇനി അതവിടെ കിടക്കട്ടെ. അപ്പോൾ തന്നെ നമ്മളെടുത്ത് വെച്ച പഴഞ്ചോറുണ്ടല്ലോ അത് തിന്നണം. അപ്പം എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന നമ്മളെ കൂട്ടുകാർക്ക് അറിയാം, ഇങ്ങനത്തെ ഉപ്പേരികളൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ നമുക്കൊരു തുള്ളി ചോറ് വെച്ചണം. അല്ലെങ്കിൽ വല്ലാത്തൊരു പൊറുതിയേടാണ്. ഇപ്പം ഇന്ന് മുരിങ്ങ വലത്തിയതാണ്. ഇന്നാൾ ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് തേങ്ങട്ട് വെച്ച എന്തൊരു ഉപ്പേരിയാണെങ്കിൽ ഉണ്ടല്ലോ, ഇലക്കറി ആണെങ്കിലും മറ്റേതാണെങ്കിലൊക്കെ അതും കൂട്ടിയിട്ട് ഒന്ന് ചോറ് വെച്ചെങ്കിൽ നമുക്ക് തൃപ്തിയാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നും ആ പതിവ് തെറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ കുറച്ച് പഴഞ്ചോറുണ്ടേനി അതും തന്നെ ആ മുരിങ്ങയും കൂട്ടിയിട്ട് തിന്നിക്കണം കേട്ടോ. മീൻ നന്നാക്കിയപ്പോഴൊക്കെ മനസ്സിലാതെ ഇനി മുരിങ്ങയും കൂട്ടി തിന്നണല്ലോ എന്നുള്ളത്. പിന്നെ ഇനി മീനാണ് നന്നാക്കട്ടെ, ഇഞ്ഞിട്ട് മതി തിന്നലേരുതി ഞാൻ.
അങ്ങനെ ചോറൊക്കെ തിന്ന് കഴിഞ്ഞപ്പോത്തിന് നമ്മളെ മീനുമേലൊക്കെ ഉണ്ടല്ലോ ഉപ്പും മുളകൊക്കെ പൊടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ചട്ടി ചൂടാക്കി അതിക്ക് കരിവേപ്പ് ഇട്ട് കൊടുത്ത് അങ്ങനെ നമ്മളെ മീനും തന്നെ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ചട്ടി നല്ലോണം ചൂടായിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമ്മളെ മീൻ എളുപ്പത്തിൽ മറിച്ചാൻ കിട്ടും കേട്ടോ. അപ്പം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം ചട്ടി എത്രത്തോളം ചൂടായിക്കണെന്നില്ലതില്ലേ. അങ്ങനെ ഇനി നല്ലോണം ചൂടായതിൻ്റെ ശേഷം പിന്നെ നമുക്ക് കുറച്ചെടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ എന്താണെന്ന് പറയുക മീൻ പെട്ടെന്ന് വേഗാതെ കരിഞ്ഞു പോകും. ഇടുമ്പോൾ നല്ല ചൂടും വേണം. പിന്നെ അത് സിമ്മിലാക്കി കൊടുത്താൽ മതി. അങ്ങനെ നമ്മൾ ഇതാക്കണേ മീനൊക്കെ മറിച്ചിടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കണ്ടല്ലേ നല്ല ഉസാറായിട്ട് മറിച്ചിടാൻ വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ മീനൊക്കെ മറിച്ചിട്ടിക്കണേ. പിന്നെ നമ്മളെ സാമ്പാർ ഇതാക്കണേ. അപ്പോൾ രാവിലെ തന്നെ ചാറ് വെച്ച അങ്ങനെ ഒരു ഉപകാരമാണ്. ഉച്ചയാകുമ്പോൾ അങ്ങനെ തട്ടിപ്പെടേണ്ട ചാറൊക്കെ ഉണ്ടാക്കുക വിചാരിച്ച് കണ്ട്. അപ്പം അങ്ങനെ ബാക്കിയുള്ള മീനും കൂടി ഞാൻ പൊരിച്ചെടുത്തുക്കണം കേട്ടോ. അപ്പം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും വീഡിയോ ഉണ്ടല്ലോ ചങ്ങാഴ്ചക്കൊക്കെ ഒന്ന് പിന്നെ കുടുംബക്കാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പം നമ്മളെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ, ഞാൻ അവസാനിപ്പിച്ചാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ ഞാൻ വരണ്ട്. അപ്പോൾ അതുവരേക്കും എല്ലാവരോടും അസ്സലാമു അലൈക്കും. അപ്പം ഞാൻ പറഞ്ഞ് മറക്കണ്ട കേട്ടോ, ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ. ഓക്കെ, താങ്ക് യു.